ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ കുറേ നാളായി വീഡിയോസ് ചെയ്തിട്ട്, അപ്പോൾ ഇന്ന് നമ്മൾ ഒരു സിമ്പിൾ ബോട്ടിൽ ആർട്ടാണ് കേട്ടോ ചെയ്യാൻ പോകുന്നത്. ബോട്ടിലിൽ ഇതുപോലെ ഫോട്ടോസൊക്കെ വെച്ചിട്ട് ഒരു സിമ്പിൾ ആർട്ടാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ ഇങ്ങനെ ഒരു സ്ക്വയർ ഷേപ്പ് മോഡലുള്ള ഒരു കുപ്പി എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നല്ലപോലെ ക്ലീൻ ചെയ്ത് അതിൻ്റെ പുറത്തുള്ള ആ ലേബലൊക്കെ ഞാൻ നല്ലപോലെ സ്ക്രബ് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്നിട്ട് നമുക്കിന് ഇതൊന്ന് പെയിൻ്റൊക്കെ ചെയ്ത് ഫോട്ടോയൊക്കെ ഒട്ടിച്ച് സെറ്റാക്കി എടുക്കണം. അപ്പോൾ ഞാനിവിടെ ഒരു ബ്ലൂ പെയിൻ്റാണ് യൂസ് ചെയ്യുന്നത്. നേരെ ബോട്ടിലേക്ക് അത് പെയിൻറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഫോട്ടോയിൽ ബ്ലൂവും വൈറ്റുമാണ് ഞങ്ങളുടെ ഫോട്ടോയിൽ ഡ്രസ്സായിട്ടിട്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ബ്ലൂ പെയിൻ്റ് അടിച്ചത്. അപ്പോൾ നിങ്ങൾക്ക് ഏത് കളറാണ് വേണ്ടതെന്ന് വെച്ചാൽ അത് തിരഞ്ഞെടുത്ത് പെയിൻറ്റ് ചെയ്യാവുന്നതാണ്. ഞാൻ ആദ്യം ബോട്ടിൽ ഫുള്ള് ഒരു കോട്ട് പെയിൻ്റ് അടിച്ചിട്ട് അതൊന്ന് ഒരു ദിവസം ഒന്ന് ഉണങ്ങാനായിട്ട് ഒരു 24 മണിക്കൂർ ഉണങ്ങാനായിട്ട് വെച്ചതിന് ശേഷം പിന്നെ രണ്ടാമത് ഒന്നുകൂടി പെയിൻ്റ് അടിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ ആദ്യം ഒന്ന് പെയിൻ്റ് അടിച്ചതിൻ്റെയാണ് ഈ കാണിക്കുന്നത്. അപ്പം ചെറുതായിട്ട് ഒരു ലൈറ്റ് ഗ്ലാസിൻ്റെ എഫക്റ്റ് പോലെ കാണുന്നുണ്ട്. ആ രണ്ട് സൈഡിൽ മാത്രം ഞാൻ പെയിൻ്റ് അടിച്ചിട്ടില്ല. നമുക്ക് അവിടെയാണ് ഫോട്ടോ ഒട്ടിക്കേണ്ടത്. അപ്പോൾ അവിടെ പ്ലെയിനായിട്ട് തന്നെ ഇട്ടിരിക്കുകയാണ്. അപ്പം ഞാനൊരു 3 കോട്ട് പെയിൻ്റ് അടിച്ച് കൊടുത്തിട്ടുണ്ട്. 3 ദിവസം ഉണക്കാനും വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് നന്നായിട്ടൊരു ബ്ലൂ കളർ തന്നെ കിട്ടും. എന്നിട്ട് അതിലിങ്ങനെ ടെക്സ്ചർ പോലെ കൊടുത്തിട്ടുള്ള ആ ഒരു ഭാഗത്ത് ഞാൻ ഒന്നിടവിട്ട് വൈറ്റ് കളർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഫോട്ടോയിൽ ഒരു ബ്ലൂവും വൈറ്റും ആ ഒരു കളറുകളാണല്ലോ മുന്നിട്ട് നിൽക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ആ ഒരു ഷെയ്ഡ് കൊടുക്കാമെന്ന് വെച്ചത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏത് ഷെയ്ഡ് വേണമെങ്കിലും നിങ്ങൾക്ക് മാച്ചിങ് ആയിട്ട് കൊടുക്കാവുന്നതാണ്. അപ്പോൾ അതിലെ എല്ലാ പോയിൻറ്റ്സിലും നമുക്ക് നോക്കി പെയിൻറ്റ് ചെയ്യാം. ഞാൻ അതും ഒരു 2-3 കോട്ട് ഉണങ്ങിക്കഴിയുമ്പോൾ മീതെ അടച്ച് വെക്കുന്നുണ്ട്. അല്ലെങ്കിൽ നമുക്ക് കറക്റ്റായിട്ടൊരു വൈറ്റ് കളർ കിട്ടത്തില്ല. അപ്പോൾ അതുകൊണ്ട് ഒരു 2-3 കോട്ടെങ്കിലും നന്നായിട്ട് അടിച്ചു കൊടുക്കുക. നല്ലൊരു കളർ കിട്ടുന്നവരെ ഒന്ന് അടിച്ചു കൊടുത്തുകൊണ്ടേ ഇരിക്കുക. അപ്പോൾ നമ്മൾ അടിച്ചു കൊടുത്ത കളറൊക്കെ കറക്റ്റായിട്ട് ഉണങ്ങി കിട്ടിയിട്ടുണ്ട്. നല്ലപോലെ ഡ്രൈ ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് അതിലേക്ക് ആ 2 സൈഡിൽ ഫോട്ടോ ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ഞാൻ ഈ 2 ഫോട്ടോസാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. ഞങ്ങളുടെ സേവ് ദ ഡേറ്റിൻ്റെ ഫോട്ടോസാണ്. അപ്പോൾ ഇത് നമുക്ക് ഈ എഡ്ജസൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ട് നമുക്കത് ആ 2 സൈഡിൽ ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ഞാൻ 2 എഡ്ജും കട്ട് ചെയ്തിട്ടുണ്ട്. ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ടേ ഉള്ളൂ. അപ്പോൾ ഇനി അത് നമുക്കവിടെ ഒട്ടിക്കാം. ഞാൻ ഫെവിക്കോൾ വെച്ചിട്ടാണ് കേട്ടോ ഒട്ടിച്ചത്. അപ്പോൾ നല്ലതുപോലെ ഒട്ടും. അപ്പോൾ 2 സൈഡും നമുക്കതുപോലെ ഫെവിക്കോൾ വെച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കാം. നിങ്ങളുടെ ഒരു ഗ്ലൂ ഗണ്ണൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതാണെങ്കിലും യൂസ് ചെയ്യാവുന്നതാണ്. ഇല്ലെങ്കിൽ ഫെവിക്കോൾ ആയാലും മതി. അത് പറഞ്ഞു പോകത്തൊന്നുമില്ല. കുറേ നാൾ അങ്ങനെ തന്നെ നിന്നോളും. അപ്പോൾ നമ്മൾ നല്ലപോലെ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കതിനൊരു ഡിസൈൻ ചെയ്യാനായിട്ട് എൻ്റെ കയ്യിൽ കുറച്ച് സ്റ്റോൺസ് ഉണ്ടായിരുന്നു. കുറച്ച് വൈറ്റ് സ്റ്റോൺസ് വെച്ചിട്ട് ഞാൻ അതവിടെ ഒട്ടിച്ചു കൊടുക്കുകയാണ്. ഇതിങ്ങനെ B7000 എന്നും പറഞ്ഞുകൊണ്ട് നമ്മൾ ഡ്രസ്സിലൊക്കെ ഒട്ടിക്കുന്ന ഒരു ഗ്ലൂ ആണ്. അപ്പോൾ ഞാൻ ആ ഗ്ലൂ വെച്ചിട്ട് തന്നെ ഈ ബോട്ടിലിൽ ഈ സ്റ്റോൺസ് ഒട്ടിച്ച് കൊടുക്കുകയാണ്. ആ ഫോട്ടോയ്ക്ക് ചുറ്റും ഒട്ടിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഫെവിക്കോൾ വെച്ചാണെങ്കിലും ഒട്ടിക്കുക. എന്താണെങ്കിലും ഒട്ടിയിരുന്നോളും. കറക്റ്റായിട്ട് നമുക്ക് ആ സ്റ്റോൺസ് ഒട്ടിച്ചു കൊടുക്കാം. അപ്പം ഞാൻ ബോട്ടിൽ മുഴുവൻ സ്റ്റോൺ ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. ഫോട്ടോയ്ക്ക് ചുറ്റും പിന്നെ നമ്മൾ ആ ഒരു വൈറ്റ് ഇതിൻ്റെ ഗ്യാപ്പ് ഉള്ളിടത്തൊക്കെ ഓരോ സ്റ്റോൺ ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാം നന്നായിട്ട് ഉണങ്ങി നല്ല സെറ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി പൊക്കത്ത് ഈ അടപ്പിരുന്ന ആ ഒരു പോർഷൻ ഗ്യാപ്പായിട്ട് കിടപ്പുണ്ട്. അപ്പോൾ ഞാൻ പെയിൻ്റൊന്നും അടിച്ചിട്ടില്ലായിരുന്നു. അപ്പോൾ ഇവിടെ എന്തെങ്കിലും ഒരു റിബണോ എന്തെങ്കിലും ഒന്ന് കെട്ടുകയോ ലേസ് വെച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നല്ല രസമായിട്ടിരിക്കുക. അപ്പോൾ ഞാനൊരു ബ്ലൂ റിബൺ വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് കെട്ടി കൊടുക്കുന്നുണ്ട്. നമുക്ക് നല്ല തിളങ്ങുന്ന ലേസ് ആണെങ്കിലും അവിടെ ഗ്ലൂ വെച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ അവിടെ ആ ഒരു പോർഷൻ ഒന്ന് ഹൈഡ് ചെയ്ത് വെച്ചാൽ മതി. നല്ല ഭംഗിയായിട്ടുണ്ടാകും. അപ്പോൾ ഇതാണ് നമ്മളുടെ ബോട്ടിൽ ആർട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും വെഡ്ഡിങ് ആനിവേഴ്സറി ഗിഫ്റ്റോ ഒക്കെ ആയിട്ട് കൊടുക്കാവുന്നതാണ്. ഇങ്ങനെയൊക്കെ ചെയ്താൽ നല്ലൊരു ഷോ പീസായിട്ടും യൂസ് ചെയ്യാവുന്നതാണ്. വീട്ടിലൊക്കെ ഒരുപാട് ബോട്ടിലുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്ത് വെച്ചാൽ നല്ല രസമായിരിക്കും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. കുറേ നാളായി നമ്മൾ വീഡിയോസൊക്കെ പ്രോപ്പറായിട്ട് അപ്ലോഡ് ചെയ്തിട്ട്. അപ്പോൾ ഇനി തൊട്ട് നമ്മൾ പയ്യെ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്ത് തുടങ്ങുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും ഈ ബോട്ടിൽ ആർട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇനിയും ഇതുപോലുള്ള വീഡിയോസുമായിട്ട് ഞാൻ വരുന്നതാണ്. ടാറ്റാ.